وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. സ്നേഹധരണീയനായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ റബ്ബിന്റെ നിയമാനുശാസനകൾ പരമാവധി പാലിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ശരീഫ്ക സൂചിപ്പിച്ചതുപോലെ അല്ലാഹു നൽകിയ വല്ലാത്ത ഔദാര്യവും അവന്റെ പ്രത്യേക കഴിവിന്റെ ഭാഗമെന്നോണമുള്ള അവസരവുമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ റമദാനിൽ ജീവിക്കാൻ, ഈ റമദാനിന് സാക്ഷികളാവാൻ. കഴിഞ്ഞ റമദാനിൽ വരെ നമ്മോടൊപ്പം ഉണ്ടായ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളേറെ സ്നേഹിച്ചവരാണ്. ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുകയും നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്തവരായിരുന്നവരല്ല. ഇന്നവരെല്ലാം ഖബറുകളിലാണ്. അല്ലാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരെന്ന നിലയിൽ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഖുർആൻ നൽകുന്ന മധുരാനുഭവങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. അല്ലാഹുവിന്റെ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മളുള്ളത്. ഖുർആനിന്റെ മഹത്വവും അതിന്റെ പുണ്യവും ഒരുപാട് ക്ലാസുകളിലൂടെ, ഒരുപാട് ഖുതുബകളിലൂടെ കേട്ട് പരിചിതരാണ് നമ്മളെല്ലാം. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും അല്ലാഹുവിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വഹീൽ എത്രമേൽ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടു കൂടെയുമാണ് നമ്മൾ നോക്കിക്കാണാറുള്ളത് എന്ന ഒരു പരിശോധന നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സങ്കടവും വേദനയും ഉണ്ടാകും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളാകുമ്പോൾ അത്രമേൽ നമുക്ക് പ്രയാസം ഉണ്ടാകും, സ്വാഭാവികമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹാബി വര്യന്മാർക്ക് പ്രവാചകന്റെ വിയോഗത്തിൽ എന്തെന്നില്ലാത്ത വേദനയും സങ്കടവും ഉണ്ടായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് അഴനനഞ്ഞു നിൽക്കുന്ന ആട്ടിൻ പറ്റങ്ങളെ പോലെ തണുത്തുറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാനാവാതെ തരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആട്ടിൻപറ്റങ്ങളെ പോലെ സഹാബിവര്യന്മാർ തരിച്ചു നിന്ന ചില സമയങ്ങൾ, സന്ദർഭം ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകരുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയായ ഒരു സഹാബ വനിതയാണ് ഉമ്മു ഐമൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പം മുതലേ പ്രവാചകന്റെ ഉമ്മാന്റെ വേലക്കാരിയായി ഉമ്മു ഐമനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കുട്ടിക്കാലം ഉമ്മു ഐമന്റെ കൈകളിലും മടിയിലുമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6ാമത്തെ വയസ്സായപ്പോഴാണ് ഒരു യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്നത്. ഉമ്മ മരിക്കുന്ന സമയത്തും ഉമ്മാനെ കബറടക്കുന്ന സമയത്തുമെല്ലാം ഈ ഉമ്മു ഐമൻ എന്ന ആ മഹദി അവരോടൊപ്പം ഉണ്ടായിരുന്നു.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയോടെന്ന പോലുള്ള ആദരവും സ്നേഹവും ബഹുമാനവും എനിക്ക് അവരോടുണ്ടായി. ഒരു പുത്രനോടെന്ന വാത്സല്യവും സ്നേഹവും ഉമ്മ ഐമന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, ആ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് അവരിൽ വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാനും ഉമ്മ ഐമന് കഴിഞ്ഞു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നത് വരെ പ്രവാചകനോടൊപ്പം ഏറ്റവും ഊഷ്മളമായ ബന്ധം വെച്ച് പുലർത്തിയ മഹദിയാണ് ഉമ്മ ഐമൻ. സ്വാഭാവികമായും പ്രവാചകന്റെ വിയോഗത്തിൽ എന്തെന്നില്ലാത്ത സങ്കടവും വേദനയും പ്രയാസവും അവർക്കുണ്ടാകും. മറ്റാരെക്കാളും എന്ന പോലെ ചെറുപ്പം മുതലേ പ്രവാചകനുമായി ചേർന്ന് നിന്നവരെന്ന നിലയിലുള്ള ഇത് മനസ്സിലാക്കിയത് കൊണ്ടാകണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മ ഐമൻ എന്ന സഹാബ വനിതയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് അവര് കടന്നു ചെന്ന് അവരുമായി സംസാരിച്ചു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ. ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാനാണല്ലോ നമ്മൾ വേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ ഏറ്റവും ഖൈറായതെന്തോ അതാണ് അള്ളാഹുവിന്റെ തീരുമാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞപ്പോ ഉമ്മ ഐമന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രായമായ വൃദ്ധയായ ഉമ്മ ഐമൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് ശരി. അള്ളാഹു ഏറ്റവും ഖൈറായ ഒന്നിലേക്കാണ് പ്രവാചകനെ വഴി നടന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നമുക്കേറെ വേദനയും സങ്കടവും ഉണ്ടാകും, സത്യമാണ്. അക്കൂട്ടത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് എന്നവർ പറഞ്ഞു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞ ഉത്തരമാണ്, മറുപടിയാണ് നമ്മൾ അടിവരയിട്ട് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഉമ്മ ഐമൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടെ പ്രവാചകന്റെ മരണത്തോടുകൂടെ ആകാശ ലോകത്തു നിന്നുള്ള വഹി നിന്നുപോയി, വഹി നിലച്ചു. ഇനി വഴി ഉണ്ടാവില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. ഇനി ഖുർആനിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടാനില്ല. ആകാശ ലോകത്ത് നിന്ന് ഇനി പ്രവാചകനൊരു വഹി എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടെ ആകാശ ലോകത്തു നിന്നുള്ള വഴിയാണ് നിന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു കാര്യം. ആ കരച്ചിലിന് സാക്ഷിയായി അബൂബക്കറും ഉമറും. ഇവരെ ആശ്വസിപ്പിക്കാൻ പോയ ആളുകളാണ് ഈ രണ്ടാളുകൾ. നോക്കുമ്പോ ആ വീട്ടിന്റെ ഒരു മൂലയിൽ ഈ രണ്ടാളുകളും തേങ്ങിക്കരയുന്ന ഒരു ചിത്രമാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അത്രമേൽ ആഴത്തിലാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹുവിന്റെ വഹിയനെ അവരറിഞ്ഞതും ഉൾക്കൊണ്ടതും ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ആ അള്ളാഹുവിന്റെ വഹിയുടെ സമാഹാരമാണ് നമ്മുടെ കൈകളിലുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. അത്ര കണ്ട് മഹത്വവും അത്ര കണ്ട് ആദരവോടുകൂടെയും അത്രമേൽ താല്പര്യത്തോടുകൂടെയും നമുക്ക് വിശുദ്ധ ഖുർആനിനെ നോക്കിക്കാണാനും ഉൾക്കൊള്ളാനും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു വിലയിരുത്തലാണ് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ റമദാനിൽ നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിന്റെ ആയത്തുകളെ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ലോകത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്ത ആ ശ്രേഷ്ഠ സമൂഹത്തെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിച്ച് ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ പകർത്തി ലോകത്തിന് പകർന്നു കൊടുക്കുകയായിരുന്നു. ആ ശ്രേഷ്ഠരായ സഹാബിമാർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അത്രമേൽ അതിന്റെ താല്പര്യത്തെ ഉൾക്കൊണ്ടിരുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെയും അള്ളാഹുവിന്റെ വഹീനെയും ഹൃദയം തുറന്ന് സ്വീകരിക്കാനും ഖുർആനുമായി ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധം വെച്ച് പുലർത്താനും വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരുപക്ഷെ നമ്മൾ ഖുതുബയിൽ മിമ്പറിൽ നിന്ന് കേട്ട ഹദീസ് എല്ലാ റമദാനിലും മിക്കവാറും രണ്ടാമത്തെ വെള്ളിയാഴ്ച ഖുർആന്റെ മഹത്വവും ഖുർആൻ ഓതുന്നതിന്റെ പുണ്യവും ഖുർആൻ കേട്ടാലുള്ള പുണ്യവും
ഖുർആന്റെ സദസ്സിലിരുന്നാലുള്ള പുണ്യവും കേട്ട് 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 അതിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് ഖത്തീബ് ഇതായിരിക്കും പറയുക, ഇന്ന് മൗലവി ഇതായിരിക്കും വിശദീകരിക്കാനുള്ള ഒരു ധാരണയും നമുക്ക്. പക്ഷെ എങ്കിൽ പോലും ഇതെല്ലാം ആയിട്ട് പോലും നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ വായിക്കാൻ നമ്മുടെ സമയം മാറ്റി വെക്കാറുണ്ട്. ലോകത്ത് ഒരുപാട് മതദാർശനിക പ്രമാണങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ പുണ്യമുണ്ട് എന്ന് അവയിലെവിടെയും കാണാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്താൽ പുണ്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ആയത്ത് ലോകത്തിന് പരിചയപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. വെറുതെ ഒരു ഒഴുക്കമട്ടിന് ഖുർആൻ ഓതിയ കൂലി ഉണ്ടെന്ന് പോവല്ല നബി ചെയ്തത്. നബി എടുത്തു പറഞ്ഞു, അലിഫ് ലാം മീം, അലിഫ് ലാം മീം, അലിഫുൻ ഹറഫുൻ, ലാമുൻ ഹറഫുൻ, മീമുൻ ഹറഫുൻ. അലിഫ് ഒരു ഹറഫാണ്, ലാമും ഒരു ഹറഫാണ്, മീമും അതുപോലെ മറ്റൊരു ഹറഫാണ്. ഓരോ ഹറഫിനും 10 ഇരട്ടി കൂലി എന്ന് എടുത്തു പറഞ്ഞു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയെങ്കിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ എത്ര ഹറഫുണ്ടോ ആയത്തിൽ ഇൻറ്റു 10 അത്രയധികം കൂലിയുണ്ടോ. സൂറ ഫാത്തിഹ മുഴുവൻ നമ്മൾ ഓതിയാൽ സൂറ ഫാത്തിഹയിൽ എത്ര ഹറഫുണ്ടോ ഇൻറ്റു 10 മിനിമം അത്രയധികം കൂലിയുണ്ടോ. സൂറ ബഖറ നമ്മൾ ഓതി തീർത്താൽ ഇൻറ്റു 10 അതിലുള്ള മൊത്തം ഹറഫിന്റെ അത്രയധികം കൂലി. വിശുദ്ധ ഖുർആനിൽ 30 ജുസുകൾ നമ്മൾ ഓതിയാൽ എത്ര ഹറഫുണ്ടോ ഖുർആനിൽ ഇൻറ്റു 10 മിനിമം. പിന്നെ നമ്മുടെ ഈമാനും ഇഖ്ലാസും അനുസരിച്ച് നന്മകൾക്ക് അല്ലാഹു വാരിക്കോരി പുണ്യം തരും. അത് എത്രയാണെന്ന് പോലും നമുക്കൊന്നും നമ്മുടെ കാൽക്കുലേറ്റർ വെച്ചുകൊണ്ട് കണക്കൂട്ടി പറയാൻ കഴിയില്ല. കണക്ക് നോക്കാതെ നൽകാൻ കൽപ്പുള്ളവനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം. എങ്കിൽ ഈ റമദാനിലെ ഇന്നത്തെ ഈ 6ാമത്തെ നോമ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ എത്ര വിശുദ്ധ ഖുർആനിലെ എത്ര സൂറകളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും, എത്ര ജുസ്ഉകളിലൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയും. ആർക്കോ വേണ്ടി ആന്തരികമായി ഓതി തീർക്കലല്ല, മറിച്ച് അല്ലാഹുവിന്റെ വർത്തമാനമാണ് എന്ന ബോധത്തോടു കൂടെ ഓതുമ്പോഴാണ് എന്തെന്നില്ലാത്ത അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു കുട്ടി ഖുർആൻ ഓതുക, അപ്പൊ അവന്റെ നീ ഓതുക. ഖുർആൻ ഓരോ ആയത്തും നീ ഓതുമ്പോഴും അല്ലാഹ് നിന്നോട് വർത്തമാനം പറയുകയാണ്, അല്ലാഹു നിന്നോട് സംസാരിക്കുകയാണ് എന്ന ബോധത്തോടെ നീ ഖുർആൻ ഓതണം. ആ കുട്ടി അത് കേട്ടു. കേവലം കാതുകൊണ്ട് മാത്രമല്ല അവനത് കേട്ടത്, ഹൃദയം കൊണ്ട് അത് സ്വീകരിച്ചു. പിന്നീട് വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്ത് അവൻ ഓതുമ്പോഴും റഹ്മാനും റഹീമുമായ റബ്ബ് എന്നോട് വർത്തമാനം പറയുകയാണ്, അള്ളാഹു എന്നോട് ഈ ആയത്തിലൂടെ സംസാരിക്കുകയാണ് എന്ന തിരിച്ചറിവോടുകൂടെയാണ് ആ കുട്ടി ഖുർആൻ ഓതി തുടങ്ങിയത്. അവന്റെ വായന തുടർന്നു. ഏറെക്കുറെ പതിപ്രായത്തിൽ നിന്ന് യൗവനകാലത്തിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതാൻ. ആ ഒരു പ്രായത്തിൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതണമെങ്കിൽ എത്ര പാണ്ഡിത്യം ഉണ്ടാകണം. അത്രമേൽ വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിച്ചു. അതിന് തഫ്സീറുകൾ പഠിച്ചു. അറബി ഭാഷയിൽ, അറബിയും ഇംഗ്ലീഷും പേർഷ്യൻ, ഉറുദു, ഹിന്ദി ഭാഷകളിൽ അവഗാഹം നേടിയ ആ ചെറുപ്പക്കാരൻ ഖുർആനിന്റെ പരിഭാഷ എഴുതാൻ തീരുമാനിച്ചു. ആ പരിഭാഷ എഴുതുക എന്ന മഹത്തായ ധർമ്മവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ആ കുട്ടി സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ പിടിച്ചു കെട്ടാനുള്ള അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമെന്നോണം ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു റെയ്ഡ്. അദ്ദേഹം പേന കൊണ്ട് എഴുതിയ വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ അല്ലെങ്കിൽ കൈയെഴുത്തു കോപ്പി അവര് അദ്ദേഹത്തിന് പിടിച്ചെടുത്തു. ലഘുലേഖകളും പുസ്തകങ്ങളും പിടിച്ചെടുത്തു. പലതും കീറി കളഞ്ഞു, ചിലത് ചളിയിൽ ചവിട്ടി താത്തി. അതുവരെ എഴുതിയതെല്ലാം പോയി. ഇന്ന് നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. നമ്മുടെ ഹാർഡ് ഡിസ്കിലോ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയും സേവ് ചെയ്ത് വെക്കാനുള്ള അവസരമുണ്ട്. അന്ന് അതില്ല. ആ പോയത് പോയി തന്നെ. പിന്നെ ആദ്യം മുതൽ എഴുതാം. പിന്നെയും അവൻ എഴുതി തുടങ്ങി. 2, 3, 4 വട്ടം ഇതുപോലെ ആവർത്തിക്കപ്പെടും. അദ്ദേഹം എഴുതിയ ആ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ അദ്ദേഹം എഴുതി തീർക്കണം. ആ ഖുർആൻ പരിഭാഷയുടെ പേരാണ് തർജുമാനുൽ ഖുർആൻ. ആ ഖുർആൻ പരിഭാഷ എഴുതിയ ആ ശ്രദ്ധേയനായ കുട്ടിയുടെ ആ ചെറുപ്പക്കാരന്റെ പേരാണ് പിന്നീട് ഇന്ത്യ മഹാരാജ്യം കണ്ട ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി വളരെ ചെറുപ്പത്തിൽ അധ്യക്ഷനായി ദീർഘകാലം ആ വലിയ ദൗത്യം നിർവഹിച്ച സാക്ഷാൽ മൗലാന അബുൽ കലാം ആസാദ്. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഇത്രമേൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള അന്നത്തെ സ്വതന്ത്ര സമര സേനാനികളിൽ മൗലാന അബുൽ കലാം ആസാദിനെ മാറ്റിവെക്കാൻ കഴിയാത്തത്ര അടയാളപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സമകാലിക സംഭവങ്ങളിലൂടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ മൗലാന അബുൽ കലാം ആസാദിന്റെ ചിത്രവും ചരിത്രവും നമുക്ക് നൽകുന്ന ആവേശം ചില്ലറയല്ല. മൗലാന
മൗലാന അബുൽ കലാം ആസാദിനെ മൗലാന അബുൽ കലാം ആസാദ് ആക്കുവാൻ പ്രധാന ഘടകമായത് അദ്ദേഹത്തിന്റെ വഴിയും വെളിച്ചവുമായത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ വെളിച്ചത്തെ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ടാണ് അതെ അള്ളാഹുവിന്റെ ആയത്തുകളെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഠരാടാനും മുന്നിൽ നിൽക്കാൻ അദ്ദേഹത്തിന് പ്രചോദനവും ആവേശവുമായത്, ഈമാനികമായ ഉണർവായത്, തന്റെ രാജ്യത്തിന്റെ സഹോദരങ്ങളുടെ നന്മക്ക് വേണ്ടി പണിയെടുക്കാൻ ആവേശം പകർന്നു തന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് വലിയാണ്. നന്മക്ക് വേണ്ടി ചികിത്സിക്കാൻ, തിന്മക്കെതിരെ ശബ്ദിക്കുവാനുള്ള പ്രചോദനമായത് എന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ അള്ളാഹു എന്നോട് വർത്തമാനം പറയുന്നു എന്ന ബോധത്തോടുകൂടെ അവന്റെ ചെറുപ്രായത്തിൽ അവൻ ഓതിയ അല്ലെങ്കിൽ വായിച്ച വരികളും ആ നിലപാടുമാണ് അള്ളാഹുവിന്റെ ആയത്തിന്റെ മധുരവും അതിന്റെ കാമ്പും അതിന്റെ കാതലും അതിന്റെ വല്ലാത്ത സ്വാധീനവും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ലോകത്തിന് പകർന്നു കൊടുക്കാനും മൗലാന അബുൽ കലാം ആസാദിന് കഴിഞ്ഞത് എന്ന് ചുരുക്കം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം വെറുതെ ഓതി തീർക്കാനല്ല, ഖത്തം തീർക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ ഓതുന്ന ആളുകൾ, ഭയങ്കര സ്പീഡ്, എന്താ ഓതുന്നതെന്ന് അറിയില്ല, അങ്ങനെ ആർക്കോ വേണ്ടി ഓതി തീർക്കുന്ന ഒരവസ്ഥ. അതിൽ എങ്ങനെ ഓതണമെന്നോ എന്തോന്നോ ഒന്നുമില്ല. ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളുടെ തറാവീഹ് നിസ്കാരം കാണാം. അത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് 23 കഴിഞ്ഞ സ്ഥലം പോലെ കഴിഞ്ഞ് പരിപാടി തീർക്കാന്നുള്ള ഏർപ്പാട് കൊടുക്കലാണ് നിസ്കാരം. നിസ്കാരത്തിൽ തുമനീനത്ത് വേണം, ഒതുക്കം വേണം. അള്ളാന്റെ ആയത്തുകൾ ഓതുമ്പോൾ അവധാരണയോടോതണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകൾ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ആർക്കോ വേണ്ടി ഓതി തീർക്കേണ്ട ഒന്നല്ലത്, മറിച്ച് അത് അള്ളാഹുവിന്റെ വിശുദ്ധ വരികളും വർത്തമാനങ്ങളുമാണ് എന്ന ബോധത്തോടെയും ബോധ്യത്തോടെയും അള്ളാഹുവിന്റെ വരികൾ ഓതി തുടങ്ങിയാൽ അതെന്തെന്നില്ലാതെ നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കും. അതിനുവേണ്ടി പ്രയാസപ്പെട്ടാലും കൂടിയാണ്. പൊതുവിൽ ആളുകൾക്കുള്ള ധാരണ റമദാനിൽ ഖുർആനൊക്കെ ഓതാം എന്ന് കരുതും. ഇനി എന്തായാലും നാളെ തുടങ്ങാം, എന്തായാലും അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങാം, അങ്ങനെ അവസാനം റമദാനുകൾ കഴിയും. നമുക്ക് പറയാനുള്ള പരാതി, പണ്ട് മദ്രസയിലൊക്കെ പഠിച്ചാൽ ഇപ്പോഴൊക്കെ ടച്ച് വിട്ടു പോയി പോകാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതെ, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അത് പ്രയാസപ്പെട്ടിട്ടാണ് ഓതണമെങ്കിൽ 2 കൂലി തരാം, ലഘുവചാൻ നോദിയ വകയിലുള്ള കൂലി, 2 അതിനു വേണ്ടി തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ടതിന്റെ കൂലിയും തരാം എന്നടക്കം പറയാം. പക്ഷെ ഇത് വല്ലാത്തൊരു ഓഫറാണ്, ഇത് നല്ലൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സാധ്യമാവിധം ചേർത്ത് പിടിക്കാനും ആ വരികളിലൂടെ കണ്ടുപിടിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ കണ്ടുകൊണ്ട് എത്ര വാക്കുകൾ, എത്ര വരികൾ, എത്ര പാരഗ്രാഫുകൾ വായിച്ചു തീർന്നിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ഭാഷകളിലെ ലക്ഷക്കണക്കിന് എഴുത്തുകൾ, ലക്ഷക്കണക്കിന് പ്രിന്റഡ് മാസികകൾ അല്ലെങ്കിൽ പത്രത്തിലെ വരികൾ, സോഷ്യൽ മീഡിയയിലുള്ള ടെക്സ്റ്റുകൾ, അങ്ങനെ എന്തെല്ലാം നമ്മുടെ കണ്ടുകൊണ്ട് വായിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷെ ആ വായിച്ചു തീർത്തതിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ട് എങ്കിൽ ഓരോ അർത്ഥവും എഴുന്നേറ്റ് നിൽക്കും 10 കൂല്യമായി മിനിമം. പിന്നെ അള്ളാഹു അവൻ നമുക്ക് ഔദാര്യമായി നൽകുകയാണെങ്കിൽ എത്രയാണെന്ന് പോയി നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അത്ര കണ്ട് ഒരു തിരിച്ചറിവാണ് അള്ളാഹുവിന്റെ ആയത്തുകളുമായി നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകളെ ആ ഒരു തരത്തിലും ഗൗരവത്തിലുമാണ് മുൻഗാമികൾ നോക്കിക്കാണുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹ് പറയണം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി. അള്ളാഹു ആകട്ടെ മഹത്തരമായ ഉത്തമമായ വർത്തമാനമാണ് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതെങ്ങനെയാകട്ടെ, അതെ, അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വരികളുമാണ് ഉള്ള ഗ്രന്ഥമാണിത്. എന്നിട്ട് ഖുർആൻ ഉണ്ടാകുമ്പോ ഓതുമ്പോ ഉണ്ടാകേണ്ട ഒരു അനുഭവത്തെ കുറിച്ച്, ഒരു ഈമാനികമായ എന്തെന്നില്ലാത്ത ഉണർവിനെ കുറിച്ച് അള്ളാഹ് പറയണത്, പടച്ചവനെ പേടിയുള്ള ആളുകൾക്ക് ഖുർആൻ ഓതുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ, ഖുർആനുമായി ബന്ധപ്പെടുമ്പോ അവർക്ക് രോമാഞ്ചം ഉണ്ടാകുമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. നമ്മുടെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്ന അള്ളാഹുവിന്റെ ആയത്തുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഉണ്ടാകാവുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉന്നതമായ, എന്തെന്നില്ലാത്ത വല്ലാത്ത അനുഭൂതിയാണ് അവർക്ക് രോമാഞ്ചം ഉണ്ടാകുമെന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ടാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാകാത്തത്? വിശുദ്ധ ഖുർആന്റെ വരികൾ വായിച്ചാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ, ഖുർആനുമായി ചേർന്ന് നിന്നാൽ ഈ മഹത്തായ അനുഭൂതിയും ഈ സൗഭാഗ്യവും നമുക്കും സാധ്യമാണ്. മാത്രമല്ല അവിടെ നിർത്തിയില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, പിന്നെ അവരുടെ തൊലിയും ഹൃദയങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ദിക്റുള്ളയാൽ വിനയാന്വിതമാണ്. അല്ലാത്ത വരികളും അവസാനമാണ്.
അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ തൊലിയും ഹൃദയങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ദിക്റുള്ളയാൽ വിലയാന്വിതമാകും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അനുഭൂതി? മധുരാനുഭവം എന്ന് പറഞ്ഞാൽ ഇതിന് സാക്ഷികളായവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. എത്രയെത്ര ചിത്രങ്ങൾ നമുക്ക് കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ച സഹാബിമാര് പറയാണ്, നബി ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആയത്തുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പുന്നത് ഞങ്ങൾ കേട്ടു. എങ്ങനെയെന്നാൽ ചൂടുവെള്ളം തിളക്കുന്ന ഒരു ശബ്ദം പോലെ പ്രവാചകൻ ഇങ്ങനെ പിന്നി പൊട്ടിയിരുന്നു അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. അത് കേട്ട പിന്നിൽ നിൽക്കുന്ന ശ്രദ്ധരായ സഹാബിമാരും അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എത്രത്തോളം എന്നാൽ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക, അവരുടെ കണ്ണ് നിറഞ്ഞ് അവരുടെ താടിരോമത്തിലൂടെ വെള്ളം ഇറ്റി പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലെ മണൽ തരികൾ നനഞ്ഞു കുതിർന്നു എന്ന് പറയണമെങ്കിൽ എത്ര തുള്ളി വീണിട്ടുണ്ടാകണം? ഒരു 4-5 തുള്ളിയാണെങ്കിലൊക്കെ കണ്ണിലിങ്ങനെ നിൽക്കും. പിന്നെയും തുള്ളികൾ വരുമ്പോഴാണ് അതിനെ ഒന്ന് ചാരിത്തൊഴുക. ഇതുവരെ പിന്നെയും താടിരോമത്തു കൂടെ ഒഴുകി അത് നിലത്ത് വന്ന് വീണ് ആ വീണ ഭാഗം അങ്ങനെ നനഞ്ഞു തീരണമെങ്കിൽ എത്ര അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവണം? അള്ളാഹുവിന്റെ ആയത്തുകളെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത് എന്തെന്നില്ലാത്ത ഈമാനികമായ അനുഭൂതികളിലൂടെ കടന്നുപോയവരാണ് അവരൊക്കെ. ഒരു ദിവസം രാത്രി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രാത്രി നമസ്കാരത്തിനിടയിലുള്ള പ്രവാചകന്റെ ചെറിയ വിശ്രമ വേള, ആ ഒരു വിശ്രമ വേളയിൽ റമദാനിൽ അല്ലാത്തൊരു സമയത്ത്, റമദാനിലൊക്കെ നബി രാത്രി നിസ്കരിക്കും. അപ്പൊ ഒരു ദിവസം പ്രവാചകൻ നിസ്കരിച്ച് ചെറിയ വിശ്രമം കൊടുക്കുന്ന സമയത്താണ് വശ്യമായി വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക. നബി വളരെ ശ്രദ്ധയോടെ അത് കേട്ടു. നിശബ്ദമായി നബി ആ ആയത്തുകൾ ഇങ്ങനെ കേട്ടു. എന്നിട്ട് കൂടെയുള്ള നമ്മുടെ ഉമ്മാനോട് ചോദിച്ചു, ആയിഷ അഹാദ സൗദ അബ്ബാദ്, ഇത് ആയിഷ അബ്ബാദിന്റെ ഖിറാഅത്തല്ലേ, ഇത് അബ്ബാദിന്റെ ശബ്ദമല്ലേ? രാത്രി ലോകം ഉറങ്ങുന്ന സമയത്ത് നട്ടപ്പാതിരക്ക് അബ്ബാദ് ബിൻ ബിശ്ർ എന്ന സഹാബി അള്ളാഹുവിന്റെ ആയത്ത് പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഇത് അബ്ബാദിന്റെ ശബ്ദമല്ലേ, അബ്ബാദിന്റെ ഖിറാഅത്തല്ലേ? അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു കേട്ടിട്ട് പറഞ്ഞു, അതെ, ഇത് അബ്ബാദ് ബിൻ ബിശ്റിന്റെ പാരായണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തുക, അല്ലാഹുമ്മ റഹം അബ്ബാദ്, അല്ലാഹുവേ നീ അബ്ബാദിന് കരുണ ചൊരിയണേ, നീ നിന്റെ കാരുണ്യം അബ്ബാദിന് ചൊരിയണേ റഹ്മാനെ. നിങ്ങൾ നോക്കി, ഇത് അബ്ബാദ് അറിയില്ല. ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ കൂട്ടുകാരന് വേണ്ടി, തന്റെ അനുചരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നീ കരുണ ചൊരിയണേ അബ്ബാദിന്. എന്തേ അതിന് കാരണം? അള്ളാഹുവിന്റെ ആയത്തുകളെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു അബ്ബാദ് ബിൻ ബിശ്ർ എന്ന സഹാബി എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളെ വായിക്കുകയും കേൾക്കുകയും അറിയുകയും വഴിയുള്ള ഈമാനികമായ എന്തെന്നില്ലാത്ത മധുരാനുഭവങ്ങളിലൂടെ ജീവിച്ചു മരിച്ചു പോയവരാണ് അവരൊക്കെ. അവരുടെ അത്രയൊന്നും അനുഭവങ്ങൾ നമുക്ക് സാധ്യമാകില്ലല്ലോ. അവരുടെ ഈമാൻ അവിടെ കിടക്കണം. അവരുടെ ഈമാന്റെ കനത്രയാണ്, അവരുടെ ഈമാന്റെ വലിപ്പത്രയാണ്. നമ്മുടെ ഈമാനിന്റെ കനത്രയേ ഉള്ളൂ. അപ്പോ അത് വല്ലാത്തൊരു അവസ്ഥാവിശേഷങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഖുർആൻ കേൾക്കാനുള്ള സൗഭാഗ്യം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് കാണാനും ആ പ്രായോഗികമായ മാതൃകാ ജീവിതത്തെ കണ്ട് അതേപോലെ നബിയോടൊപ്പം ചേർന്ന് നിന്ന് ജീവിക്കാനും ഒടുവിൽ അള്ളാഹു തൃപ്തിപ്പെട്ട റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന ഉത്തമ തലമുറയിലെ അംഗമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം കിട്ടിയ ആളുകൾ. അതിശാല കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം അതിന് പ്രാപ്തരാക്കിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. 86-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് എത്തി ഉമർ റളിയല്ലാഹു അൻഹു. ആയത്ത് ഇതാണ്, ഖാല ഇന്നമ അശ്കു ബത്ഥി വഹുസ്നി ഇലല്ലാഹ്. ഇത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞ ഒരു സങ്കടമാണ്. യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ കാണാനില്ല, ചെന്നായ കുടിച്ചു എന്നാണ് പറയുന്നത്. കുട്ടി നഷ്ടപ്പെട്ടപ്പോഴുള്ള ഒരു ഉപ്പാന്റെ, ഒരു രക്ഷിതാവിന്റെ വേദന, ഒരു ഹൃദയവേദന സ്വാഭാവികമാണ്. എന്റെ കുട്ടിനെ കാണാനില്ല, എന്റെ റബ്ബേ, എന്റെ സങ്കടവും എന്റെ വേദനയും എന്റെ വേവലാതികളൊക്കെ ഞാൻ നിന്നോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത് റബ്ബേ എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണു നിറഞ്ഞു പറഞ്ഞ ആ വർത്തമാനം എത്തിയപ്പോ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞു. ഇന്നമാ അശ്കു ബത്തി വഹുസ്നി ഇലല്ലാഹ് എന്ന് പറഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുന്നിൽ നിറകണ്ണുകളോടെ വിനയാന്വിതനായി അർപ്പിച്ചു. ഇങ്ങനെ എത്ര ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലാഹുവിന്റെ ആയത്തുകൾ അത്രമേൽ അതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് അവരൊക്കെ. എത്ര കൃത്യമാണ് അവരുടെ ജീവിതം, എത്ര വളരെ ശ്രദ്ധേയമായ വർത്തമാനങ്ങളാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയും. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 281-ാമത്തെ ആയത്ത് പാരായണം ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു കുട്ടിയെ പോലെ തേങ്ങിയത്. ആ ആയത്തിലാണ് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോണ്ട ഒരു ദിനമുണ്ടെന്ന് നിങ്ങൾ സൂക്ഷിക്കണം, ഓർത്തോളി, പേടിച്ച് ജീവിക്കണം. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. എന്നിട്ടോ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ആരോടും ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടില്ല. ഒരു ദിനമുണ്ട്, വരാനുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ വിചാരണയുടെ ഒരു നാൾ എന്ന് പറഞ്ഞിട്ടാണ് ശ്രദ്ധേയനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുന്നിൽ തന്റെ ഹൃദയത്തെയും തന്റെ ചർമ്മത്തെയും തന്നെ തന്നെയും വിനയാന്വിതമാക്കിയത് എന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ആയത്തുകളെ വായിച്ചപ്പോഴും ഓതിയപ്പോഴും ഖുർആൻ കേട്ടപ്പോഴും അത്തരത്തിലുള്ള ഈമാനികമായ മധുരാനുഭവങ്ങളുള്ള ഒരു ജീവിതമാണ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുക എന്നാണ് ഗൗരവത്തിൽ നമ്മൾ അറിയേണ്ടത്. ഇന്ന് 6ാമത്തെ നോമ്പിൽ എത്തി നിൽക്കുമ്പോഴും തറാവീഹിനെ ഇമാമിന്റെ പിന്നിൽ നിന്ന് ദീർഘമായി നമ്മൾ മഅ്മൂമീങ്ങളായി നെഞ്ചത്തെ തക്ബീർ കെട്ടി നിസ്കരിക്കുമ്പോഴും ഏതെങ്കിലും ആയത്ത് കേട്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു, ഏതെങ്കിലും ആയത്തുകൾ കേട്ടിട്ട് നമ്മുടെ കൽബൊന്നും പടഞ്ഞു, ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും പായയിൽ വീഴ്ത്തി അല്ലാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരാകാൻ ഈ നീണ്ട ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഈമാനിലല്ലേ നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ കണ്ണും നമ്മുടെ കണ്ണീരും അല്ലെങ്കിൽ നമ്മുടെ കൽബും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകളെ അങ്ങനെ കാണാൻ, അങ്ങനെ ശ്രദ്ധിക്കാൻ, അങ്ങനെ ബോധപൂർവം വിശുദ്ധ ഖുർആനിനെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. മദീനയിലെത്തിയ ഒരു മുശ്രിക്കാണ്, അതെ, ജുബൈർ ബിൻ മുത്തഇം. അയാൾ മുശ്രിക്കാണ്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ബന്ദികളാക്കപ്പെട്ട, മദീനയിൽ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ നബിയുമായി ചർച്ചയ്ക്ക് വന്ന ആളാണ്. സൂറത്ത് തൂറിലെ ശ്രദ്ധേയമായ ആയത്തുകളാണ്. എന്ന് തുടങ്ങുന്ന വരിക. ജുബൈർ ബിൻ മുത്തഇം ഇന്നേ വരെ കേൾക്കാത്ത ഈ ശ്രദ്ധേയമായ വരികൾ വളരെ അത്ഭുതത്തോടെ അയാൾ കേട്ടു. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 1 ആയത്ത് 2 ആയത്ത് 3 ആയത്ത് 4 ആയത്ത് അങ്ങനെ ആയത്ത് പോയി 35-37 ആയത്ത് വരെ പ്രവാചകൻ ഓതി. ആ ആയത്തുകൾ എത്തിയപ്പോൾ അയാൾ പറയണത് എന്റെ ഹൃദയം അങ്ങ് പാറിപ്പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം പറഞ്ഞു, എന്റെ ഹൃദയം പാറിപ്പോകുമാറുള്ള ഒരു വല്ലാത്ത അനുഭവം എനിക്കുണ്ടായി. എന്റെ ഹൃദയത്തിൽ ഈമാനികമായ സ്പർശം ഉണ്ടായത് അന്നാണ്. പിന്നീട് ആ ഗ്രന്ഥത്തെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ആഴത്തിൽ പഠിച്ചു, അള്ളാഹുവിന്റെ ആയത്തുകളെ ജീവിതത്തിൽ പകർത്തി, അള്ളാഹുവിന്റെ ആയത്തുകളെ തനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ ഖുർആനിന്റെ ആളായി, പ്രവാചകന്റെ കൂട്ടുകാരനായി, മദീനയിൽ പ്രവാചകന്റെ സഹാബിയായി, ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ദൗത്യങ്ങൾ നിർവഹിച്ച വ്യക്തിത്വമായി ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ജുബൈർ ബിൻ മുത്തഇമിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നുവെങ്കിൽ ആരോർക്കാനാണ് ഈ ജുബൈറിനെ, ആരോർക്കാനാണ് ഈ ജുബൈർ ബിൻ മുത്തഇമിനെ? എന്നാൽ ലോകാവസാനം വരേക്കും ജുബൈർ ബിൻ മുത്തഇം എന്ന് കേട്ടാൽ ലോകത്തിലുള്ള സത്യവിശ്വാസികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നോക്കി, ഇത് വല്ലാത്ത സൗഭാഗ്യമാണ്, ഇത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ മധുരാനുഭവങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ നൽകുന്ന മധുരാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ തുറന്നു കൊടുക്കാൻ കഴിയും, നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. പക്ഷേ ഇതെല്ലാം പറയാൻ കേൾക്കാനും ഉള്ളത് മാത്രമല്ല, മറിച്ച് ആ മധുരാനുഭവങ്ങൾ നമുക്കുമുണ്ടോ, അല്ലെങ്കിൽ ആ മധുരാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതുമ്പോ, കേൾക്കുമ്പോ, ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ ഇരിക്കുമ്പോ ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു
നമുക്ക് കഴിയാറുണ്ടോ എന്ന വിലയിരുത്തലാണ്, പരിശോധനയാണ്. ഒറ്റയ്ക്ക് നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ വ്യക്തിത്വം ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ അടുത്ത നമ്മിൽ നിന്ന് വിട പറഞ്ഞ വല്ലാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഡിബേറ്റ് നടത്തിയ ആളാണ്. ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തിലാണ് ഡിബേറ്റ് 1977. അപ്പൊ അന്ന് തന്നെ ഇയാള് ഖുർആനുമായിട്ടുള്ള ഡിബേറ്റിന് പോകുമ്പോൾ ബൈബിൾ വായിക്കണം, ഖുർആനും വായിക്കണം. ബൈബിൾ വായിച്ചപ്പോ തന്നെ മൂപ്പർക്ക് ചില പൊരുത്തങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ട്, മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തു പറഞ്ഞില്ല. ഇനി ഖുർആനും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ വേദപ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ഖുർആനും ഇതിന്റെ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. തദൈവ എന്ത് കരുതിയായ ആ ഒരു ബോധത്തോടു കൂടെയാണ് അയാൾ എന്തായാലും ആ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യണമല്ലോ. നോക്കുന്ന സമയത്ത് ഖുർആൻ വായിച്ചപ്പോഴാണ്, ബൈബിൾ വായിച്ച സമയത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ കണ്ടുവെങ്കിൽ ഖുർആനിൽ എങ്ങനെ നോക്കിയിട്ടും ആ പൊരുത്തക്കേടുകൾ കാണില്ല. ഈ 1977 ഡിബേറ്റ് കഴിഞ്ഞ് പിന്നെയും അയാൾ ഖുർആനിൽ പൊരുത്തക്കേടുകൾ കാണാൻ 1978 ഒറ്റ കൊല്ലം 77 ഈ ഡിബേറ്റ് നടക്കാൻ 78 അള്ളാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം ആഴത്തിൽ വായിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം പറയുന്നത്, എന്നെ ഈ ഖുർആൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇതിന്റെ വരികൾ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറയാണ്, നിങ്ങൾ ഒരു മുസ്ലിം കൂട്ടുകാരൻ, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമായ സുഹൃത്തിനോട് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിമായത്, നിങ്ങളുടെ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ കൂട്ടുകാരനോട് എവിടെയാണ് നിങ്ങളുടെ അത്ഭുതം എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ മുസ്ലിം കൂട്ടുകാരനോട്. അയാൾ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിലെ ഷെൽഫിലെ ഖുർആൻ എടുത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാ അത്ഭുതം എന്ന് പറഞ്ഞ് അദ്ദേഹം നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഖുർആനിനെ ഏൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് അത്ഭുതമാണ്, ഈ കാലഘട്ടത്തിൽ ഇതൊരു അത്ഭുതമായി ജ്വലിച്ചു നിൽക്കുകയാണ് എന്ന് ഗാരി മില്ലർ ലോകത്തോട് പറയാൻ തീർന്നില്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു വർത്തമാനം, വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് എന്നിട്ട് അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു കുറിപ്പുണ്ട്. ലോകത്ത് തെറ്റില്ലാത്തൊരു ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ഗ്രന്ഥകാരന് കഴിയില്ല. എന്തെഴുതിയാലും തെറ്റുണ്ടാവും, എഴുതിയേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ടി വരും. തെറ്റുകൾ സ്വാഭാവികമാണ്, മനുഷ്യനാണല്ലോ. ഈ തെറ്റില്ലാത്തൊരു പുസ്തകം എഴുതാൻ, ഒരു ഗ്രന്ഥം രചിക്കാൻ ലോകത്ത് ഒരു ഗ്രന്ഥകാരനും എഴുത്തുകാരനും പണ്ഡിതനും കഴിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നതാണ് എന്നെ വേറെ അത്ഭുതപ്പെടുത്തിയതെന്നാണ് അയാൾ പറഞ്ഞത്. തെറ്റില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു അല്ലാഹുവിന്റെ ഗ്രന്ഥം. എന്നിട്ട് പോലും അതിൽ തെറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? അത് ദൈവികമല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അവർക്ക് ഖുർആനിൽ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല, ഒട്ടുമില്ല, ഒന്നുപോലുമില്ല. അത്രമേൽ തികവുറ്റ മികവുള്ള ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥം. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഖുർആനെ കുറിച്ച്, ഖുർആന്റെ മഹത്വത്തെ കുറിച്ച്, ഖുർആനിന്റെ വല്ലാത്ത വശ്യതയെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എന്നിട്ട് അദ്ദേഹം ആലോചിച്ച് എന്താണ് ഇതിന്റെ പേരിട. എന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിനുള്ള പേര് ദ അമേസിംഗ് ഖുർആൻ എന്ന് പേരിട്ടു. ഇദ്ദേഹത്തുമായിട്ട് ഡിബേറ്റ് നടത്തിയ ആ ശ്രദ്ധേയനായ ഇസ്ലാമിക പ്രബോധകരുണ്ടല്ലോ, സാക്ഷാൽ അഹ്മദ് ദീദാത്ത്, അദ്ദേഹവും ഖുർആനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് അഹ്മദ് ദീദാത്ത് ആലോചിക്കുകയാണ് എന്താണ് ഈ പുസ്തകത്തിന് പേരിടുന്നത്. ഒടുവിൽ അദ്ദേഹം പെട്ട പേര് അൽ ഖുർആൻ ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം, മഹാത്ഭുതം, അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന പുസ്തകം എഴുതി. ഒരു സമയത്ത് 1977 2 ചേരികളിൽ നിന്ന് ഖുർആനിനെ പഠന വിധേയമാക്കി വിശുദ്ധ ഖുർആന്റെ മഹത്വം ഒരാൾ ഉയർത്തിപ്പിടിക്കുന്നു, മറ്റാൾ നികത്താൻ ശ്രമിക്കുന്നു. 78 ആകുമ്പോൾ ഇയാൾ പുസ്തകം എഴുതി, എതിർത്ത ആളെന്നെ പുസ്തകം എഴുതി അമേസിംഗ് ഖുർആൻ എഴുതും. ആലോചിച്ചു, ഖുർആൻ നൽകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞെന്നാൽ ഖുർആനിൽ തകരാറുകൾ കണ്ടെത്താൻ വേണ്ടി, അത് പിശാചിന്റെ വചനങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വായിച്ച് തുടങ്ങുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായം എടുത്തു വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ വഴി കാണിക്കുന്ന ഈമാനികമായ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതം കെട്ടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് വഴി കാണിച്ചത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ ആയത്തിൽ ഒരൊറ്റ വചനവുമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ലോകത്ത്
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ ആ ഒരു അർത്ഥതലത്തിൽ റമദാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലയിൽ ആ ഒരു തിരിച്ചറിവോടുകൂടെയും ആ ഒരു മഹത്വത്തോടുകൂടെയും ആഴത്തിലുള്ള ഒരു ബോധത്തോടെയും ബോധ്യത്തോടെയുമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നമ്മൾ നോക്കിക്കാണുക. അതേപോലെ തന്നെ മറ്റൊരു അമേരിക്കക്കാരനുണ്ട്, യൂഷ ഇവാൻസ് എന്നാണ് അയാളുടെ പേര്. ഇപ്പോഴും അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് വളരെ സജീവമാണ്. ആ സജീവമായി നിന്ന മനുഷ്യൻ അദ്ദേഹം ക്രിസ്തു മതത്തിൽ ചേർന്ന് നിന്ന ഒരാളാണ്. ബൈബിൾ പഠനവുമായി മുന്നോട്ട് പോയ വായിച്ചു തുടങ്ങി. ഓരോ പേജുകൾ വായിക്കും തോറും പിന്നെയും ആവേശം അദ്ദേഹത്തിന് കൂടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒറ്റാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനും വായിച്ചത്. അറബി ആൾക്കറിയില്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഒരാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനും ഞാൻ അതിന്റെ പരിഭാഷ വായിച്ചു. നിങ്ങൾ നോക്കി. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ സൂറ ബഖറയിലെ തുടക്കത്തിലുള്ള ആയത്ത് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ഗ്രന്ഥം. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി, ഒരു സംശയത്തിന് ഇട നൽകാത്തവണ്ണം കൃത്യമായ വഴിവെളിച്ച നൽകുന്ന അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇതാ. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വഴിയും മാർഗദർശനവും ഹുദയുമായി ജ്വലിച്ചു നിൽക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന ഈ വഴി എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആ സ്പർശമാണ് അത് സത്യസാക്ഷ്യവചനം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. നിങ്ങളുടെ നോമ്പിലൂടെയുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്തെന്ന് റമദാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള മിമ്പറിലെ ഖുതുബയിൽ നമ്മൾ കേട്ടു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ, നിങ്ങൾ ഓരോരുത്തരും മുത്തഖികളായി തീരാൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതാണ് എന്തിനാ നോമ്പെടുക്കുന്നത്? നോമ്പെടുക്കുന്നത് തഖ്വയാണ്. എന്തിനാണ് നോമ്പെടുക്കുന്നത്? നമ്മൾ ഓരോരുത്തരും മുത്തഖികളാകാൻ. അങ്ങനെ മുത്തഖികളായാലുള്ള നേട്ടവും മെച്ചവും എന്താ അല്ലാഹു പറയുന്നത്? വളരെ കൃത്യമായ മുത്തഖീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം പ്രയോഗിച്ചു എന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചില അള്ളാഹിന്റെ വരികളായിട്ട് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത ഇഷ്ടം തയ്ത്തു. അതിലൊന്നും പറഞ്ഞെന്തറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു പറയാം, എനിക്കിഷ്ടം മുത്തഖികളെയാണ്. നോമ്പെടുത്താൽ തഖ്വ ഉണ്ടാവും, മുത്തഖിയാവും. എനിക്കിഷ്ടം മുത്തഖികളെയാണ് എന്ന് അല്ലാഹു പറയാം. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം നേടാനാണ് ഈ നോമ്പ് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് അല്ലാഹു നിർത്തണില്ല. പിന്നെ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളുടെ കൂടെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. പിന്നെയും അല്ലാഹു നിർത്തിയില്ല. പിന്നെയും അല്ലാഹു പറഞ്ഞു, അല്ലാഹു വലിയുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളുടെ കാവലാളാണ്, വലിയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. നോക്കി, പിന്നെയും പഠിച്ചു നിർത്തിയില്ല. ഇന്നലിൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗ പൂന്തോപ്പുകളാണ് മുത്തഖികൾക്കായി അല്ലാഹു കൊടുക്കുക. ഇന്നലിൽ മുത്തഖീന മഫാസ, ആത്യന്തികമായ വിജയം മുത്തഖികൾക്കാണ്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭപര്യവസാനം മുത്തഖികൾക്കാണ്. എത്ര ആയത്തുകളാണ്. അപ്പോ ഈ റമദാനിൽ നമ്മുടെ തഖ്വ നേടിയെടുക്കാനാണ് നോമ്പ്. അതിന് ഈമാനികമായ ഉണർവ് നൽകാനാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് കേവലം യാന്ത്രികമായ ഒരു ഒഴുക്കമട്ടിലല്ല അള്ളാഹുവിന്റെ ആയത്തുകളെ ഈ റമദാനിൽ അല്ലെങ്കിൽ ഈ റമദാനിന് ശേഷവും നമ്മൾ നോക്കിക്കാണേണ്ടത്. മറിച്ച് അതിന്റെ മഹത്വവും അതിന്റെ ഔന്നിത്യവും അതിന്റെ പുണ്യവും അതിന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയെയും ആഴത്തിൽ അറിഞ്ഞുകൊണ്ടാകണം അള്ളാഹുവിന്റെ ആയത്തുകളെ നമ്മൾ വായിക്കേണ്ടതും കേൾക്കേണ്ടതും. ലോകത്ത് എത്രയോ മതഗ്രന്ഥങ്ങളില്ല, എത്രയെത്ര പ്രമാണങ്ങളുണ്ട്. കേട്ടാൽ കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ടോ അവ? പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയാണ്, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു നിങ്ങൾ കേട്ടാൽ, രണ്ട് മര്യാദ നിങ്ങൾ പാലിച്ചാൽ ആ രണ്ട് മര്യാദകൾക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനം അള്ളാഹുവിന്റെ റഹ്മത്ത്. ലഅല്ലകും തുർഹമൂൻ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞത്. എന്താണ് ആ മര്യാദ? ഫസ്തമിഉ ലഹു, ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിശബ്ദരാകണം. ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, നിശബ്ദരാകണം. ഈ രണ്ട് മര്യാദകൾ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുന്റെ കാരുണ്യം ഇല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ പോയില്ല. അപ്പൊ നബിയോടാണ് സഹാബത്ത് ചോദിച്ചത്, നബി നിങ്ങളോ? അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞില്ല എന്നുവെങ്കിൽ എനിക്ക് പോലും അത് സാധ്യമല്ല. ആ റഹ്മത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്യാൻ ഖുർആൻ ഒന്ന് കേൾക്കാൻ, ഖുർആൻ ഒന്ന് കേൾക്കാനുള്ള സമയം, ഖുർആൻ ഒന്ന് കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയ മതിയാവും. യാന്ത്രികമായി ആർക്കോ വേണ്ടി കേട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേൾക്കാനല്ല,
മറിച്ച് അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ. അവൻ എന്നോട് വർത്തമാനം പറയുന്നു, അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ സ്വാഭാവികമായി നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മുടെ ഹൃദയം എന്തായിട്ടുള്ള ബന്ധം കുറയണോ അത്ര കണ്ടത്. അപ്പൊ നമ്മുടെ ഈമാനിന്റെ അളവും തൂക്കവും നമ്മുടെ റബ്ബിന്റെ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധം അനുസരിച്ചായിരുന്നു എന്ന തിരിച്ചറിവാണ് ഈ ആയത്തുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ. ഈ റമദാനിൽ നമ്മുടെ മക്കളെ കൂടി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ വായിക്കാനുള്ള ശീലങ്ങൾ അവരിൽ ഉണ്ടാക്കുക. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ കൂടി നമ്മുടെ മടിയിലിരുത്തുക, ഖുർആൻ ഓതുക. അവര് വേദന വല്ലാതെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവര് പെയിൻ കില്ലറുകൾ കൊടുക്കും, ഈ കുട്ടി ബോധം കെട്ട് ഉറങ്ങിപ്പോകും. പിന്നെ ബോധം തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നത് കാണും. അവന്റെ രോഗം ഐഡന്റിഫൈ ചെയ്ത് തത്തുല്യമായ അതിന് പറ്റിയ ചികിത്സ കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഡോക്ടർമാരല്ല. പക്ഷെ കൃത്യമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കൺഫ്യൂഷനിലായിരുന്നത്. അത്രമേൽ ഒരു വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ ആ ഹോസ്പിറ്റൽ അധികൃതരും ഡോക്ടർമാരും നിൽക്കുന്ന സമയത്ത് ഇവന് ബോധം വരുന്ന സമയത്തൊക്കെ അവന്റെ ചുണ്ട് ഇങ്ങനെ അവൻ അനക്കുന്നതായി നഴ്സുമാർ ശ്രദ്ധിച്ചു. അത് ഡോക്ടർമാരോട് പറഞ്ഞു. അതിൽ കൂട്ടത്തിൽ എന്താണ് ഇവൻ പറയുന്നത് എന്നറിയാൻ വേണ്ടി അവന്റെ ചുണ്ടുകളിലേക്ക് അവരിൽ ഒരാൾ തന്റെ ചെവി ചേർത്ത് വെച്ചു. ആ സമയത്ത് 4-5 വയസ്സുകാരനോ 6 വയസ്സുകാരനോ ആയ ചെറിയ പൊടിമോൻ അവൻ പറയുന്ന വാക്കുകൾ കേട്ടപ്പോ കേട്ടയാളുകളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതാണ് അവർ പറയുന്നത്, റബ്ബി അന്നി മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീം. റബ്ബി അന്നി മസ്സനിയ ദുർ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ. അമ്മയുടെ പ്രാർത്ഥന ആവർത്തിക്കുകയാണ് ആ ചെറിയ മകൻ. എവിടെ നിന്നാണ് അത് കിട്ടിയത്? അവന്റെ രക്ഷിതാക്കളിലൂടെ, അവന്റെ ഉപ്പയിലൂടെ, ഉമ്മയിലൂടെ. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് അത് തന്നെയല്ലേ? എന്തെന്നില്ലാത്ത വേദന കൊണ്ട് പൊളയുമ്പോ, ബോധം തിരിച്ചു വരുമ്പോ ആ വേദനയിലൂടെ പ്രസ്ഥാനം അന്നും ഇന്നും എന്നും അതിനുവേണ്ടി ഉറച്ച നിലപാടുകളുമായി സമൂഹത്തിന് മുന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പാടിയ എന്തുണ്ടായിട്ട് കാര്യമില്ല. എല്ലാവർക്കും ബേജാറുണ്ടാവും, ഈ ദുനിയാവിലുണ്ടാവും, ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പ്രശ്നാവോ ഭീതിയാവോ ഭയങ്കര ആശങ്കയാണ്. പേടിക്കണം. പടച്ചറപ്പിന്റെ അപാരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. ആ തീരുമാനങ്ങളിൽ ഹൃദയം തുറന്ന് റബ്ബിന്റെ തീരുമാനങ്ങൾ അതെന്തോ ആത്മീയയുടെ ജീവിതത്തെ ഒന്നുകൂടി ആഴത്തിൽ അടുത്ത് പഠിക്കാൻ, പകർത്താൻ മാത്രമല്ല ഈ നന്മയും ഈ സകല നന്മകളും നമ്മുടെ മക്കളിലേക്ക്, പേരമക്കളിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളിലേക്ക് അതെ ഈ ഖുർആനിനെയും ഖുർആനിന്റെ സന്ദേശത്തെയും ആദർശത്തെയും പകർന്നു നൽകാൻ, അതിനെന്തൊന്നില്ലാത്തൊരു ഉണർവും ആവേശവും നൽകാൻ, ഒരു നിമിത്തമാകാൻ ഈ റമദാൻ നമുക്ക് ബോധപൂർവ്വം പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ ഗ്രന്ഥത്തെ ഈമാനികമായ ഉണർവോടെ ഓരോ ആയത്തിലൂടെയും നീ ഞങ്ങളോട് വർത്തമാനം പറയുകയാണ് എന്ന തിരിച്ചറിവോടുകൂടെ നിന്റെ ആയത്തുകളിലൂടെ കടന്നുപോകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. വിശുദ്ധ ഖുർആൻ കേൾക്കുകയും വായിക്കുകയും ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക വഴി ഈമാനികമായ ഉന്നതമായ തലങ്ങളിലേക്ക് ജ്വലിച്ചു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. നിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഞങ്ങൾക്കും ഈമാനികമായ രോമാഞ്ചം ഉണ്ടാകണേ റഹ്മാനേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ തൊലികളെയും നിന്റെ മുന്നിൽ, നിന്റെ അധികാരങ്ങൾക്ക് മുന്നിൽ, നിന്റെ ദിക്റുകൾക്ക് മുന്നിൽ നീ വിനയാതീതമാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പേരമക്കളെ, ഞങ്ങളുടെ വരും തലമുറയെ, ഞങ്ങൾക്ക് പിന്നിൽ വരുന്ന ലോകാവസാനം വരേക്കുമുള്ള ഞങ്ങളുടെ പിൻതലമുറയെയും ഞങ്ങളെയും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനേ. നിനക്ക് ശിർക്ക് ചെയ്യുന്ന, നിന്റെ വഹ്ദാനിയത്തിൽ പങ്കുചേർക്കുന്ന ദുരന്തത്തിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകണമേ. നിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, നാളെ പരലോകത്ത് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ വാരി പിടിക്കാൻ, നബിയോടൊപ്പം സ്വർഗീയ സുഖം അനുഭവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. സ്വാലിഹീങ്ങളായ സന്തതികളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനേ. മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ, മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകണമേ. സമകാലിക വിഷയങ്ങളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ ഭയപ്പെടാതെ, നിർഭയത്വത്തോടെ, ഈമാനികമായ കരുത്തോടെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഖുർആൻ മുറുകെ പിടിച്ച്, പ്രവാചക ജീവിതത്തെ മുറുകെ പിടിച്ച് ഈമാനികമായ ഉണർവോടെ ജ്വലിച്ചു നിൽക്കാൻ, ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈമാനിന്റെ കരുത്തുകൊണ്ട് അതിജയിക്കാനുള്ള നിർഭയത്വവും അമ്നും തന്റേടവും ഇസ്സത്തും നൽകി
നീ മുസ്ലിം ഉമ്മയെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങകലെ ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഗസയിലെ ഞങ്ങളുടെ ചോരകൾ വളരെ വേദനിക്കുന്നുണ്ട് എന്ന സങ്കടപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് ഞങ്ങൾ അറിയുന്നത്. നോമ്പ് തുറക്കാൻ ഒരു കാരക്ക കൊണ്ട് 4-5 ആളുകളാണ് അവർ നോമ്പ് തുറക്കാൻ, അതുപോലും കിട്ടാനില്ല. ഒരു കുപ്പി വെള്ളം കൊണ്ട് 5-6 ആളുകളാണ് തൊണ്ട നനക്കുന്നത്. അവയെ കുപ്പുസ് കഴിച്ചിട്ട് പോലും മാസങ്ങളോളമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ റഹ്മാനായ റബ്ബേ, എന്നിട്ടും ഉള്ളതുകൊണ്ട് ഒരിർക്ക് വെള്ളം കൊണ്ടെങ്കിലും ഈ റമദാനിന്റെ നോമ്പുകളുമായി അവർ ചേർന്ന് നിൽക്കുക. അവരിൽ അവരുടെ പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തും കൂടെ വന്നു. റഹ്മാനായ റബ്ബേ, നീ അവരോട് കരുണ കാണിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുമാറാകണമേ. അർഹമർ-റഹീമനായ നാഥ, നീ അവർക്ക് നിർഭയത്വം നൽകണമേ. ആ നാടിന്, ഫലസ്തീന്റെ മണ്ണ് ഫലസ്തീനികൾക്ക് സ്വതന്ത്രമാക്കി നീ നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. പഴയകാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്തുണ്ടായ ഫലസ്തീന്റെ മണ്ണിന്റെ ഇസ്സത്ത് നീ തിരിച്ചു കൊടുക്കണേ റഹ്മാൻ. എല്ലാ നന്മകളിലും ഈ റമദാനിൽ മത്സരിക്കാൻ, തിന്മകളിൽ നിന്ന് ബോധപൂർവ്വം മാറി നിൽക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്ന് വരെ ഞങ്ങൾ എടുത്ത ഞങ്ങളുടെ നോമ്പൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ വരികളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ നീ ഇഷ്ടപ്പെടണേ റഹ്മാനെ. ഞങ്ങൾ നിന്റെ മാർഗത്തിൽ കൊടുത്ത സദഖകൾ, സക്കാത്തുകൾ അത് നിന്റെ തൃപ്തിക്കുതകുന്ന വണ്ണം ഉയർന്നു നിൽക്കാൻ നീ സഹായിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في كل مكان. اللهم دمر أعداء الدين، اللهم دمر أعداء الدين واليهود الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه